ക്ലൻസിങ് ഓയിൽ ആണ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? റിസൾട്ട് ഉണ്ട്. ഞാൻ ഉറപ്പായിട്ടും ഓയിൽസ് ഒക്കെ ക്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോലി ഹാരീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ക്ലൻസിങ് ഓയിൽ ആണ്. ക്ലൻസിങ് ഓയിൽ എന്താണ്, എന്തുകൊണ്ടാണ് അതിന് ഇത്ര ഉപകാരം, എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ക്ലൻസിങ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണോ വേണ്ടതെന്ന് അറിയണ്ടേ? ക്ലൻസിങ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലൻസർ ആണ്. അതായത് അതൊരു ഓയിൽ രീതിയിൽ വരുന്ന ഒരു ക്ലൻസിങ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഈ കൊറിയൻ ബ്യൂട്ടി ഇതിലാണ് കേട്ടോ, സ്റ്റാൻഡേർഡിലാണ്. അതായത് അവരുടെ ഒരു സ്കിൻ കെയർ മെത്തേഡില് ഡബിൾ ക്ലൻസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്ലൻസിങ് ഓയിൽ യൂസ് ചെയ്ത് വരുന്നത്. അപ്പം ആ ഒരു സാധനം ഞാൻ കുറെ നാളായി ഫോളോ ചെയ്യണു. അതിന് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഉറപ്പായിട്ടും പറയുന്ന അടിപൊളി സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസിലും പറയാറുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മേക്കപ്പിനെ ഡിസോൾവ് ചെയ്യാന്, ഡേർട്ട്, എക്സസ് ആയിട്ടുള്ള സെബം, ഓയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഈ ഒരു ക്ലെൻസിങ് ഓയിൽ സഹായിക്കും. എങ്ങനെയാണെന്നല്ലേ, അതായത് ഇത് ഒരു ഓയിൽ അട്രാക്ട് ഓയിൽ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ബേസിലാണ് ഇത് പോകുന്നത്. അതായത് ഓയിൽ എന്ത് ചെയ്യും? ഓയിലിനെ അട്രാക്ട് ചെയ്യും. വാട്ടർ ഒരിക്കലും ഓയിലിനെ അട്രാക്ട് ചെയ്യില്ല, പക്ഷെ ഓയിൽ അട്രാക്ട്സ് ഓയിൽ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇങ്ങനെ ഫേസിൽ നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ഫേസിലുള്ള ഡേർട്ട്, എക്സ്ട്രാ സെബം ഒക്കെ ഓയിലിയാണ്. സോ അതൊക്കെ ഇതിനെ അട്രാക്ട് ചെയ്ത് റിമൂവ് ആയി പോകും. അതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, മേക്കപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല, സോ അതുകൊണ്ട് ഞാൻ ഈ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ട് ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വിയർ ആയിട്ടുള്ള SPF, അതായത് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു SPF ഇല്ലേ, അത് നമ്മുടെ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു SPF എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും ദാറ്റ്സ് എ കെമിക്കൽ. സോ അതെന്ത് പറ്റും, അതിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഫോമിൽ ഒരു ലെയർ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. സോ അത് നൈറ്റ് ടൈമിൽ കഴുകി കളയുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമാണ്. നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സമയമാണ് നമ്മൾ അന്നേരം കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ രാവിലെ നമ്മൾ ഉപയോഗിച്ച SPF, പിന്നെ നമ്മൾ മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ മേക്കപ്പ്, രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഡേർട്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പോഴ്സിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ക്ലെൻസിങ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ ഇതൊക്കെ പുറത്തു വരും. ഇതൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ ഈ പോഴ്സ് ഒന്നും ക്ലോഗ് ആവില്ല. പിന്നെ നമ്മുടെ ഈ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതൊക്കെ ഈ ഒരു ക്ലെൻസിങ് ഓയിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്, സെൻഡൽ, ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കൊറിയൻ ക്ലെൻസിങ് ഓയിൽസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കൊറിയൻ ഉണ്ടാക്കുന്ന ക്ലെൻസിങ് ഓയിൽസ് എല്ലാം സെൻസിറ്റീവ് സ്കിന്ന് നല്ലതാണ്. അപ്പൊ ഏകദേശം എന്താണ് ക്ലെൻസിങ് ഓയിൽ, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ല, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വേണ്ട, ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലെൻസിങ് ഓയിൽ എടുക്കണം. ക്ലെൻസിങ് ഓയിൽ ഒരു 2 to 3 പംപ്സോ എത്ര ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെടുക്കാം. കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ഫേസ് മസാജ് ചെയ്യണം. വേണമെങ്കിൽ അതൊന്ന് ഇച്ചിരി ഒന്ന് മസാജ് ചെയ്യുന്ന ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വാട്ടർ നിങ്ങൾ സ്പ്രേ ചെയ്യുമോ, അല്ലെങ്കിൽ കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിൽക്കി ഫോമിലായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കുറെ ഒരു 50 സെക്കൻഡ് വരെയൊക്കെ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫേസ് ആണ് നിങ്ങൾ മസാജ് ചെയ്യുന്നത്. സോ ആ ഒരു ലാഘവത്തോടു കൂടി മസാജ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിക്ക് മസാജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കഴുകി കളഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് വീണ്ടും ഫേസ് വാഷ് ചെയ്യുക. ദാറ്റ്സ് ഡബിൾ ക്ലെൻസിങ്. ആദ്യം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുകയാണ്. അതാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു മെയിൻ സംശയമാണ്, ഞാൻ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, എല്ലാ സ്കിന്നിനും ഇത് പറ്റുമോ? എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് പറ്റും, പക്ഷെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഡ്രൈ സ്കിൻ ആണെന്ന് വിചാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽസ് യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലെൻസിങ് ഓയിൽ മേടിച്ച് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്, ഒരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാം. ടീ ട്രീ ഓയിൽ, ഗ്രേപ്പ് സീഡിന്റെ ഓയിൽ, അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനത്തെ ക്ലെൻസിങ് ഓയിൽ, അങ്ങനത്തെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ള, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് മെയിൻ ലിസ്റ്റിൽ വരുന്ന ഓയിൽസ് മേടിച്ച് ഉപയോഗിക്കാം. അല്ല നിങ്ങളൊരു സെൻസിറ്റീവ് സ്കിന്നുകാരാന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കാമിങ് ആയിട്ടുള്ള, ഒരുപാട് ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു ക്ലെൻസിങ് ഓയിൽ മേടിച്ച് യൂസ് ചെയ്യാം. ഏകദേശം ക്ലെൻസിങ് ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിനെ ഡേ ബൈ ഡേ അത് കാം ആക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിനുള്ള എന്താ മെയിൻ ആയിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി
വരെയുള്ള ആ ഒരു റൊട്ടീനിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരം കണ്ടെത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ ഇങ്ങനെ പൊല്യൂഷനും ഡേർട്ടും എന്താ പറയുക SPF-ഉം രാവിലെ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ മേക്കപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും. സോ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഇല്ല. സ്കിന്നിൽ ഉണ്ടാകുന്ന എന്താ പറയാ നമ്മുടെ സ്കിന്നും ഒരു ലിവിങ് സബ്സ്റ്റൻസ് ആണ്. സോ അതിനും ബ്രീത്ത് ചെയ്യണം. നമ്മുടെ രാത്രി സമയത്ത് അതിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ ക്ലെൻസിങ് ഓയിൽ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകും, നമ്മുടെ പോഴ്സിന്റെ ഉള്ളിലുള്ള ഡേർട്ട് കാര്യങ്ങളൊക്കെ പോകും. സോ ഡേ ബൈ ഡേ എന്താവും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. സോ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് കൊറിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. നിങ്ങൾ എന്തായാലും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. എനിക്കത് ഫോളോ ചെയ്തതിൽ നല്ല റിസൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഫോളോ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാൻ മറക്കണ്ട. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തന്നിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് ആണ് വേണ്ടത്, ഏതാണ് ബെസ്റ്റ് ക്ലെൻസിങ് ഓയിലിന് വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചേട്ടാ.